السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന് അറിവിനും ഹിദായത്തിനുമുള്ള അടിസ്ഥാന പ്രമാണമായി വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും നൽകിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമായതുപോലെ തന്നെ ഹദീസും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഹദീസിന്റെ സംരക്ഷണം നടന്നിട്ടുണ്ട്. എന്നാൽ മുൻകിരീനൽ ഹദീസ്, ഹദീസിനെ നിഷേധിക്കുന്ന ആൾക്കാർ, അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആൾക്കാർ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധിക്കുന്നതിലൂടെ ഖുർആനിനെയും നിഷേധിക്കുന്നവരാകുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂല, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഖുർആനിനെ, അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളും അനുസരിക്കണം എന്നാണ് ഈ ആയത്തിലൂടെ സൂചന നൽകുന്നത്. അപ്പോൾ ഹദീസിനെ അംഗീകരിക്കൽ വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്നതിലേക്ക് എത്തിക്കും. ഒരാളെ ഹദീസിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാത്തയാളായി പോകും.
ഹദീസിന്റെ നിഷേധികൾ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും വിശുദ്ധ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ഉത്ബോധനം സിദ്ധിക്കുന്നവരാരാ ഉള്ളത്? അതുകൊണ്ട് ഖുർആൻ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ മനസ്സിലാക്കുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ നിലയിലുള്ള വേദഗ്രന്ഥമാണ്. ഇനി ഹദീസിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. എന്നാൽ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദിക്ർ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ രണ്ട് രീതിയിലുള്ള ആയത്തുകളുണ്ട്. ഒന്ന്, ആ ആയത്തുകളിലൂടെ ഉപദേശം സിദ്ധിക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഏകത്വം, പാരത്രിക ജീവിതം, മരണം, പ്രവാചകന്മാർ, ഈ വിഷയങ്ങളിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിൽ ശരിയായ ഉപദേശം കിട്ടും. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ എളുപ്പമായ സരളമായ ആയത്തുകളാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു സ്ഥലത്ത് അഹ്കാമുകൾ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അത് കൂലങ്കഷമായി പരിജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ എന്നാ പറഞ്ഞത്, ഉപദേശത്തിന് നാം ഇറക്കി. ഫഹൽ മിൻ മുദ്ദക്കിർ, ഇതുകൊണ്ട് ഉപദേശം സിദ്ധിക്കുന്നവരുണ്ടോ? ഹൽ മിൻ മുസ്തൻബിത് എന്നോ ഹൽ മിൻ മുജ്തഹിദ് എന്നോ അല്ല ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്തിൽ നിന്ന് നിങ്ങൾ അഹ്കാമുകൾ കണ്ടെത്തണം, പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ ആയത്തുകളിലൂടെ, ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ അഹ്കാമുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഉപദേശത്തിന്റെ ആയത്തുകളിലൂടെ ഉപദേശം ശ്രദ്ധിക്കുന്നവരുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആയത്തുകൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ നിലയിൽ വളരെ എളുപ്പമായതാണ്. എന്നാൽ അഹ്കാമുകളെ കുറിച്ചുള്ള വിശദീകരണം വളരെ കൃത്യമായി പാണ്ഡിത്യമുള്ളവർക്ക് മാത്രം ചെന്നെത്താൻ കഴിയുന്ന ഒന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കാലത്ത് ഹദീസ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ അവലംബിച്ചിരുന്ന മാർഗങ്ങൾ ഒന്ന് ഹിഫ്ളു റിവായത്ത്, ഹദീസുകൾ ഓർമ്മ വയ്ക്കുക എന്നതാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നല്ല നിലയിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തേത് തആമുൽ, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന വാചകങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവൃത്തികൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തഖരീറുകൾ, അംഗീകാരങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രവൃത്തിയായി അമലായി രൂപാന്തരപ്പെടുത്തിയെടുക്കുക. ഒരു കാര്യം മനുഷ്യൻ സ്ഥിരമായി പ്രവർത്തിക്കുന്നു എങ്കിൽ അത് ഓർമ്മ വയ്ക്കൽ എളുപ്പമാണ്. കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഹൃദയത്തിൽ അത് ഉറക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ സഹാബാക്കൾ കേവലം ഒരു ഫിലോസഫി പോലെ പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, ജീവിതത്തിൽ കൃത്യമായി അമൽ ചെയ്യുമായിരുന്നു. ധാരാളം റിവായത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാർ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു ഹകദാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ബുഖാരി ശരീഫിന്റെ റിവായത്തിൽ കിതാബുൽ ഹജ്ജിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായുടെ പല സംഭവങ്ങൾ, അത് കഴിഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നതായി ഞാൻ കണ്ടു. ജംറകളിൽ എറിയൽ ദുൽഹജ്ജ് 11-ന്റെയും 12-ന്റെയും 13-ന്റെയും അമലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഈ 3 ജംറകളിൽ എറിഞ്ഞു. ഒന്ന് ജംറത്തുൽ ഊല, ജംറത്തുൽ ദുനിയ എന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. 7 കല്ലുകൊണ്ട് എറിഞ്ഞു. ഓരോ കല്ലെറിഞ്ഞപ്പോഴും തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന മന്ത്രധ്വനി ഉരവിട്ടു. ആദ്യത്തെ 7 കല്ലുകൾ ജംറത്തുൽ ഊലയിൽ എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജംറയുടെ താഴ്ഭാഗത്ത് പോയി നിന്ന് ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് കൈ ഉയർത്തി സുദീർഘമായി ദുആ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ജംറത്തുൽ ഉസ്തായിൽ വന്നു 7 കല്ലുകൊണ്ട് എറിഞ്ഞു. ഇടതുഭാഗത്ത് താഴ്ന്ന ഭാഗത്ത് പോയി ഒഴിഞ്ഞു നിന്ന് കൈ ഉയർത്തി സുദീർഘമായി രണ്ടാമത്തെ ജംറയിൽ എറിഞ്ഞിട്ടും ദുആയിരുന്നു. മൂന്നാമത് ജംറത്തുൽ അഖബയിൽ എറിഞ്ഞു കഴിഞ്ഞിട്ട് ദുആക്ക് വേണ്ടി സമയം കാത്തു നിന്നില്ല. അത് കഴിഞ്ഞ് പിരിഞ്ഞുപോയി. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയുണ്ടായി, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫഅലു ഹകദ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇപ്രകാരം പ്രവർത്തിക്കുന്നതായിട്ടാണ് കണ്ടത്. നബി തങ്ങൾ ജംറത്തുൽ ഊലായിൽ എറിഞ്ഞു കഴിഞ്ഞിട്ട് ജംറത്തുൽ ഉസ്തായിൽ എറിഞ്ഞു കഴിഞ്ഞിട്ട് സുദീർഘമായി ദുആയിരുന്നു. എന്നാൽ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞു കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രവർത്തിച്ചത് ഇപ്രകാരമായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അല്ലാഹുവിന്റെ പ്രവാചകനോട് വലിയ ഇഷ്ക് സ്നേഹമുള്ള ഒരു സഹാബിയായിരുന്നു. എന്തെല്ലാം പ്രവാചകനിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടിമ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് പറയുകയുണ്ടായി, ഞാൻ ഒളു എടുക്കുന്നത് നിങ്ങളൊന്ന് വീക്ഷിക്കണം. ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒളു എടുത്തു. ആദ്യം 2 മുൻകൈ 3 വട്ടം കഴുകി. അത് കഴിഞ്ഞ് വായ കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി 3 പ്രാവശ്യം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് മുഖം കഴുകി 3 വട്ടം. അത് കഴിഞ്ഞിട്ട് 2 കൈ മുട്ടുൾപ്പെടെ കഴുകി 3 വട്ടം. അത് കഴിഞ്ഞിട്ട് തല തടകി 3 വട്ടം. അത് കഴിഞ്ഞിട്ട് ചെവി തടകി 3 വട്ടം. അത് കഴിഞ്ഞിട്ട് 2 കാല് കഅബയിൽ ബിരിയാണി സഹിതം കഴുകി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫഅലു ഹകദ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇപ്രകാരം ഒളു എടുക്കുന്നതായി ഞാൻ കണ്ടു. ഇതിന് തആമുൽ എന്നാ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേട്ട വാചകങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കണ്ട പ്രവർത്തികൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ മറ്റൊരു സഹാബി പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ നിശബ്ദനായി നിന്നു എങ്കിൽ തഖരീർ എന്നാ പറയുന്നത്, നിബിധങ്ങളുടെ അംഗീകാരം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹാബാക്കൾ ജീവിതത്തിൽ കൃത്യമായി പ്രവർത്തിച്ചു. ഹദീസിനെ സൂക്ഷിക്കാൻ വേണ്ടി നബിതങ്ങളും സഹാബാക്കളും രണ്ടാമത് തിരഞ്ഞെടുത്ത മാർഗം ഇതായിരുന്നു. മൂന്നാമത് ഹദീസിന്റെ സൂക്ഷിപ്പിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകന്റെയും സഹാബാക്കളുടെയും കാലഘട്ടത്തിൽ അവലംബിച്ചിരുന്ന മാർഗമായിരുന്നു കിതാബത്തുൽ ഹദീസ്. ഹദീസിനെ എഴുതി സൂക്ഷിക്കുക. എഴുതി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 4 രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന വാചകങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവൃത്തികൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അംഗീകാരങ്ങൾ അവരങ്ങനെ തന്നെ എഴുതി സൂക്ഷിക്കും. രണ്ടാമത്, ഓരോ സഹാബിയും ഏടായി തങ്ങളുടെ വ്യക്തിപരമായ കടലാസുകളിൽ ഹദീസുകളെ എഴുതി സമാഹരിച്ചു. മൂന്നാമതായി, ഗ്രന്ഥങ്ങളിൽ ബാബുകൾ, അധ്യായങ്ങൾ നിശ്ചയിക്കാതെ ഹദീസുകൾ എഴുതി കൂട്ടി. നാലാമതായി, ഗ്രന്ഥങ്ങളിൽ അധ്യായങ്ങൾ, അബ്വാബുകൾ നിശ്ചയിച്ചുകൊണ്ട് ഹദീസുകൾ എഴുതി സൂക്ഷിച്ചു. ഈ 4 രൂപങ്ങൾ കിതാബത്തുൽ ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകന്റെയും സഹാബിമാരുടെയും കാലഘട്ടത്തിൽ ആദ്യത്തെ 2 രൂപങ്ങളാണ് വളരെ കൂടുതൽ പ്രചാരം നേടപ്പെട്ടിരുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന വാചകങ്ങൾ സഹാബിമാരെ എഴുതി സൂക്ഷിക്കുമായിരുന്നു. മുൻകിരീനുൽ ഹദീസ്, ഹദീസിനെ നിഷേധിക്കുന്നവർ, ഖുർആന്റെ ആൾക്കാർ എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ, യഥാർത്ഥത്തിൽ അവർ ഖുർആന്റെ ആൾക്കാരല്ല. അവര് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ അല്ലാത്ത എല്ലാ കാര്യങ്ങളും എഴുതുന്നതിനെ തടഞ്ഞിരുന്നു. മുസ്ലിം ശരീഫിൽ വന്നിരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെയാണ് അവർ ഉദ്ധരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ വമൻ കതബ അന്നി ഗൈറൽ ഖുർആൻ ഫൽയംഹുഹു. നിങ്ങൾ എന്നിൽ നിന്ന് ഖുർആൻ അല്ലാത്ത മറ്റു കാര്യങ്ങൾ എഴുതരുത്. ആരെങ്കിലും ഖുർആൻ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ അയാൾ അതിനെ മായ്ച്ചു കളഞ്ഞു കൊള്ളട്ടെ.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് തന്നെ നിബിതങ്ങൾ ഖുർആൻ എഴുതുന്നതിനെ തടഞ്ഞു എന്നാ പറയും. ഇത് ഹദീസാണ്. ഹദീസിനെ നിഷേധിക്കുന്നവരും ഹദീസ് കൊണ്ട് തെളിവുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ ഇത് എന്തുകൊണ്ടാ പറഞ്ഞത്? ഇമാം നവവി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവരായിരുന്നു. നബിതങ്ങളുടെ അവസാന നാൾ വരെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവതീർണമായി കൊണ്ടേയിരുന്നു. ആ ആയത്തുകളെ അവര് കല്ലുകളിലും എല്ലുകളിലും മുളയുടെ കഷണങ്ങളിലും എഴുതി സൂക്ഷിച്ചിരുന്നു. ആ ഖുർആനിന്റെ കൂട്ടത്തിൽ ഖുർആനിന്റെ വിശദീകരണങ്ങളോ ഹദീസുകളോ എഴുതി കഴിഞ്ഞാൽ ആയത്തുകളും ആയത്തല്ലാത്തതും തമ്മിൽ വേർതിരിച്ചറിയൽ ദുസ്സഹമായതുകൊണ്ട് ഖുർആൻ അല്ലാത്തതും ഖുർആനിന്റെ കൂട്ടത്തിൽ പാരായണം ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അക്കാര്യം തടഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരാണ് എങ്കിൽ അവരുടെ അടിമയോട് ഹാഫിളൂ അലസ്സലവാത്തിൽ ഉസ്താ ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ ഉസ്താ, നിങ്ങൾ 5 നേരത്തെ നമസ്കാരം സൂക്ഷിക്കണേ, സ്വലാത്തുൽ ഉസ്തായെയും സൂക്ഷിക്കണേ. ഈ സലാത്തുൽ ഉസ്താ എന്നതിന് ശേഷം അദ്ദേഹത്തെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖുർആൻ എഴുതുന്ന അടിമയോട് പറയുകയുണ്ടായി, സലാത്തുൽ ഉസ്താക്ക് ശേഷം സലാത്തുൽ അസ്ർ എന്ന് കൂടി എഴുതുക. സഹാബാക്കളുടെ ഇടയിൽ ഖുർആന്റെ കൂട്ടത്തിൽ ഖുർആൻ അല്ലാത്തതും എഴുതുന്നതും ഉണ്ടായിരുന്നു, ഹദീസും. അപ്പൊ അത് വേർതിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിന്റെ കൂട്ടത്തിൽ ഖുർആൻ അല്ലാത്തത് എഴുതരുത്. എന്നാൽ സഹാബാക്കൾക്ക് ഖുർആനിന്റെ ആയത്ത് ഹദീസ് ഏതാണ് എന്ന് വേർതിരിച്ചറിയാൻ പര്യാപ്തമാകുന്ന സന്ദർഭമായപ്പോ അതിനെ നബി തങ്ങൾ തടഞ്ഞിട്ടില്ല. നിരുവാദികൾ തുടക്കം മുതൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിനെ എഴുതുന്നതിനെ തടഞ്ഞിട്ടില്ല. ഖുർആനിന്റെ കൂട്ടത്തിൽ എഴുതി കഴിഞ്ഞാൽ ആയത്തുകളുമായി കൂടിക്കലരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് തടഞ്ഞത്. ധാരാളം സംഭവങ്ങൾ നബി തങ്ങളുടെ മക്ക ജീവിതത്തിലും മദീന ജീവിതത്തിലും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കാൻ സഹാബാക്കളോട് നൽകിയ നിർദ്ദേശം റിവായത്തുകളിൽ നിറഞ്ഞു കിടക്കുന്നു. ഇമാം തിർമിദി അലൈഹി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ജാമിഇൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി കൊണ്ടുവരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, കാന റജുലുൻ മിനൽ അൻസാർ യജ്ലിസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്മഉൽ ഹദീസ മിൻഹു ഫയുഅജിബുഹു വലാ യഹ്ഫദുഹു. അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി നബി തങ്ങളുടെ അടുക്കൽ ഇരുന്ന് നബി തങ്ങളുടെ ഹദീസ് കേൾക്കുമായിരുന്നു. എന്നാൽ ആ ഹദീസിനെ അദ്ദേഹത്തിന് അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൗതുകം ജനിപ്പിച്ചു എങ്കിലും അദ്ദേഹത്തിന് ഹദീസിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ ഹദീസിനെ അദ്ദേഹം ഓർമ്മ വെക്കുമായിരുന്നു. കാരണം അത്രയും വലിയ ഓർമ്മശക്തി ഉണ്ടായിരുന്നില്ല. അൻസാരിയായ സഹാബി നബി തങ്ങളുടെ അടുക്കൽ ആവലാതിപ്പെടുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ഇന്നി അസ്മഉ മിൻകൽ ഹദീസ വയുഅജിബുനി ഫലാ അഹ്ഫദുഹു. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളിൽ നിന്ന് ധാരാളം ഹദീസ് ഞാൻ കേൾക്കുന്നുണ്ട്. ആ ഹദീസ് എന്റെ ഹൃദയത്തെ കൗതുകം ജനിപ്പിക്കുന്നുണ്ട്. എന്റെ ഹൃദയത്തിൽ ആ ഹദീസുകളോട് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ അതിന് ഞാൻ ഓർമ്മ വെക്കുന്നില്ല, എനിക്ക് ഓർമ്മശക്തി പോവാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഫഔമഅ ബിയദിഹി ഇസ്തഇൻ ബിയമിനിക വഔമഅ ബിയദിഹി ലിഖത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുതാൻ വേണ്ടി സൂചന നൽകിയിട്ട് പറയുകയാണ്, നീ നിന്റെ വലത് കൈ കൊണ്ട് സഹായം ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുതാൻ സൂചന നൽകിയിട്ട് പറഞ്ഞു, നീ അതിനെ എഴുതി സൂക്ഷിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലം മുതലേ ഹദീസുകൾ എഴുതാൻ നബി തങ്ങൾ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്.
അല്ലാതെ നബിതങ്ങളുടെ കാലത്തിന് ശേഷമാണ് ഹദീസ് എഴുതി തുടങ്ങിയത്. അതുകൊണ്ട് ധാരാളം കള്ള ഹദീസുകൾ മാത്രമാണ് ഹദീസുകളിൽ ഉള്ളത് എന്ന് ഹദീസിന്റെ നിഷേധികളുടെ വാദം ശരിയാണ്. ഉദ്ധരണി ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ കൊണ്ടുവരുന്നുണ്ട്. പറയുകയാണ്, കുന്തു അക്തുബു കുല്ല ശൈഅൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ ഹദീസുകളും എഴുതുമായിരുന്നു. ഫനഹതനി ഖുറൈശികൾ എന്നെ തടഞ്ഞു. ഖുറൈശികളിൽ നിന്ന് മുസ്ലിമീങ്ങളായ സഹാബാക്കൾ എന്നെ തടഞ്ഞു. എന്നോട് ചോദിക്കുകയുണ്ടായി, അക്തുബു കുല്ല ശൈഅൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ. അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും നീ എഴുതുകയാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ മനുഷ്യനാണ്. യതകല്ലമു ഫിൽ ഗളബി വദ്ദിവാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ദേഷ്യം വരുമ്പോഴും സന്തോഷത്തിന്റെ വേളയിലും സംസാരിക്കും. അതുകൊണ്ട് ഒരുപക്ഷേ ദീനി അല്ലാത്ത കാര്യങ്ങൾ ദേഷ്യത്തിന്റെ വേളയിൽ പറഞ്ഞു പോയാലോ? മുസ്ലിമീങ്ങൾ എന്നെ തടഞ്ഞപ്പോൾ സഹാബിയായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅംസക്തു അനിൽ കിതാബത്തി, ഞാൻ എഴുത്ത് ഒഴിവാക്കി. വദക്കർതു ദാലിക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയം നബിതങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ ഹദീസുകളും ഞാൻ എഴുതുമായിരുന്നു. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം എന്നെ തടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ദേഷ്യം വരുമ്പോഴും സന്തോഷത്തിന്റെ വേളയിലും സംസാരിക്കും. ദീനി അല്ലാത്ത എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റായ വിഷയങ്ങൾ സംസാരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിലേക്ക് സൂചന നൽകി. എന്നിട്ട് പറയുകയുണ്ടായി, നിങ്ങൾ എഴുതിക്കൊള്ളുക, വല്ലദീ നഫ്സി ബിയദിഹി മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്ഖ. ഒരിക്കലും മുഹമ്മദിന്റെ ശരീരം ഏതൊരു ഉടമസ്ഥന്റെ നിയന്ത്രണത്തിലാണോ അങ്ങനെയുള്ള അല്ലാഹുവിൽ സത്യമായി മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്ഖ, ഈ വായിൽ നിന്ന് സത്യമല്ലാത്തത് പുറപ്പെടൂല. അതുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ഹദീസിനെ എഴുതി സൂക്ഷിച്ചിരുന്നു. ഇമാം ഹാക്കിമിന്റെ ഉദ്ധരണി കാണാൻ നബിതങ്ങൾ ഒരിക്കൽ സഹാബിമാരോട് പറയുകയുണ്ടായി, ഖയ്യിദുൽ ഇൽമ, നിങ്ങൾ ഇൽമിനെ ബന്ധിക്കണം, അതിനെ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ കെട്ടിസൂക്ഷിക്കണം. ഈ സന്ദർഭത്തിൽ സഹാബിമാരെ ചോദിക്കുകയുണ്ടായി, ഉമാ തഖീദുൽ ഇൽമി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എങ്ങനെയാണ് ഇൽമിനെ ബന്ധിക്കേണ്ടുന്നത്, എങ്ങനെയാണ് ഇൽമിനെ സൂക്ഷിക്കേണ്ടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, കിതാബത്തഹു, ആ ഇൽമിനെ എഴുതി സൂക്ഷിച്ചുകൊണ്ടാണ് ഇൽമിനെ നിങ്ങൾ ബന്ധിക്കേണ്ടത്. കാരണം പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാം. അത് മറ്റൊരാളിലേക്ക് പ്രചരിപ്പിക്കുമ്പോൾ പല മാറ്റത്തിരുത്തലുകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് പ്രവാചകൻ തന്നെ എഴുതാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതകാലത്ത് ഹിജ്റ 8-ാം വർഷം മക്ക വിജയം നടന്നു. ആ മക്ക വിജയം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പല പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. ഇന്നല്ലാഹ ഹറമ അലിൽ മക്കത്തി അൽഫീന ഹബസഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയ്ക്ക് ഒരു പവിത്രത നൽകിയിട്ടുണ്ട്. മക്കയെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആനപ്പടയിൽ നിന്ന് വരെയും അല്ലാഹു മക്കയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അബാബിൽ പക്ഷികളെ കൊണ്ട് ആനയെ അല്ലാഹു പേര്. എന്നിട്ട് നബിതങ്ങളുടെ സുദീർഘമായ ഹദീസുകൾ, ഇത് ബുഖാരി ശരീഫിലുള്ള സംഭവം. യമനിൽ നിന്നുള്ള ഒരു സഹാബി അവിടെ ഉണ്ടായിരുന്നു. അബൂ ഷാഹ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ടി അത് എഴുതുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബിമാരെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഉക്തുബൂലി അബീ ഷാഹ്, നിങ്ങൾ അബൂ ഷാഹ് എന്ന് പറയുന്ന യമനിലെ ഈ സഹാബിക്ക് വേണ്ടി എഴുതുക.
അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സഹാബിമാരോട് എഴുതാൻ നിർദ്ദേശിക്കുകയുണ്ടായി. സഹാബിമാരെ ഹദീസിനെ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മാ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുൻ അക്തറ ഹദീസൻ മിന്നി ഇല്ലാ മാ കാന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഫഇന്നഹു കാന യക്തുബു വലാ അക്തുബു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാരിൽ നിന്ന് എന്നെക്കാൾ ഹദീസ് അറിയുന്നവരാരുമില്ല, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഒഴികെ. ഫഇന്നഹു കാന യക്തുബു, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എഴുതുമായിരുന്നു, വലാ അക്തുബു, ഞാൻ എഴുതത്തില്ല. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ള ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനേക്കാൾ കൂടുതലായി. നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമകളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇതപര്യന്തം റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾ 5365 അല്ലെങ്കിൽ 5364 ഹദീസുകളാണ് അവരുടെ ശിഷ്യന്മാർ ഇതപര്യന്തം മുസ്ലിം സമുദായത്തിന്റെ കരങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ എണ്ണം കുറവാണല്ലോ. കാരണം നബിതങ്ങളുടെ വിയോഗത്തിന് ശേഷം അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ശാമിൽ പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിൽ തന്നെ താമസിച്ചു. ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, അറിവിന്റെ കേന്ദ്രമായി ലോകം നിശ്ചയിച്ചിരുന്നത് അന്ന് മദീനയായിരുന്നു. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി, നബിതങ്ങളുടെ ഹദീസ് പഠിക്കാൻ വേണ്ടി മദീനയിലേക്കാണ് ജനങ്ങൾ മൊത്തത്തിൽ കുത്തൊഴുക്ക് നടത്തിയിരുന്നത്. എന്നാൽ ഷാമിലേക്ക് ഹദീസ് പഠിക്കാൻ ആരും അക്കാലത്ത് പോകില്ലായിരുന്നു. അതുകൊണ്ട് മദീനയിൽ താമസിച്ചിരുന്ന അബൂ ഹുറൈറയിൽ നിന്ന് ധാരാളം ഹദീസുകൾ പഠിച്ചു, അത് പ്രചരിപ്പിക്കപ്പെട്ടു. സഹാബാക്കളായ മഹാരഥന്മാർ നബിതങ്ങളുടെ കാലഘട്ടത്തിലും നബിതങ്ങൾക്ക് ശേഷവും ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. കിതാബത്തുൽ ഹദീസ്, ഹദീസ് എഴുതി സൂക്ഷിക്കുന്നതിന്റെ രണ്ടാമത്തെ രൂപമാണ് സഹീഫകൾ. ഓരോ സഹാബിമാരും പ്രൈവറ്റായി, വ്യക്തിപരമായി ഹദീസുകൾ എഴുതി ഏടുകളായി അവരുടെ കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നു. അസ്സഹീഫത്തു സാദിഖ, ഞാൻ ഈ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമായുടെ സഹീഫയായിരുന്നു. അദ്ദേഹം ഹദീസുകൾ പല സ്ഥലങ്ങളിൽ എഴുതി അവസാനം അതിനെ ഒരു സഹീഫയിൽ, ഒരു ഏടിൽ സമാഹരിച്ചു. ആ ഹദീസുകളെ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ അംർ ഇബ്നു സുഹൈബ് ആ ഹദീസുകളെ പ്രചരിപ്പിക്കുകയുണ്ടായി. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അത്തഹദീബ് വത്തഹദീബ് എന്ന കിതാബിൽ എഴുതുന്നുണ്ട്, അലി ഇബ്നു ബദീനി, യഹ്യ ഇബ്നു മഈന പോലെയുള്ള വലിയ വലിയ മുഹദ്ദിഥീകൾ പറയുകയുണ്ടായി, അൻ അംർ ഇബ്നു സുഹൈബ് അൻ-നബിഹി അൻ ജദ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന മുഴുവൻ ഹദീസുകളും അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് അസ്-സഹീഫത്തു സാദിഖ എന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സഹീഫയിൽ ഏടിൽ എഴുതി സൂക്ഷിച്ചിരുന്ന ഹദീസുകളായിരുന്നു. സാധാരണയായി നമ്മുടെ പള്ളികളിലൊക്കെ വായിക്കുന്ന കിതാബുകളുണ്ട്, റിയാദുസ് സാലിഹീൻ, മുന്തഖബ് അഹാദീസ്. ഈ കിതാബുകളിലൊക്കെ അൻ അംർ ഇബ്നു സുഹൈബ് അൻ അബീഹി അൻ ജദ്ദിഹി എന്ന് കാണാം. അംർ ഇബ്നു സുഹൈബ് അദ്ദേഹത്തിന്റെ പിതാവായ സുഹൈബിൽ നിന്ന്, അൻ ജദ്ദിഹി അംറിന്റെ ഉപ്പപ്പയായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ്. മിസ്കാത്തിൽ കാണാം, സഹീഹിന്റെ ഗ്രന്ഥങ്ങൾ, വലിയ വലിയ ഉലമാക്കൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ആ ഹദീസുകൾ ഈ സനദോടുകൂടി കാണാം. യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുമാ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിൽ എഴുതി സൂക്ഷിച്ചിരുന്ന ഹദീസുകൾ
ഒരു ഗ്രന്ഥത്തിൽ ഒരു ഏടിൽ സമാഹരിക്കുകയായിരുന്നു. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അസ്സഹീഫത്തു സാദിഖ. യഥാർത്ഥത്തിൽ നബിതങ്ങളുടെ സഹാബാക്കൾ തന്നെ ഹദീസുകൾ ഏടുകളായി എഴുതി സൂക്ഷിച്ചിരുന്നു. ഇതൊരു സഹാബിയിൽ നിന്നല്ല, മറ്റൊരു സഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. സഹീഫത്തു അലി എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അലി റളിയല്ലാഹു അൻഹു വ്യക്തിപരമായി എഴുതി സൂക്ഷിച്ചിരുന്ന സഹീഫ, അത് ചെറിയൊരു സഹീഫയാണ്. അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുകയുണ്ടായി, മാ കതബനാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലൽ ഖുർആൻ വമാ ഫീ ഹാദിഹി സഹീഫ. അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഞാൻ ഖുർആൻ എഴുതി സൂക്ഷിച്ചു, ഈ ഏടുകളിലുള്ളതും എഴുതി സൂക്ഷിച്ചു. എന്താ ഏടുകളിലുള്ളത്? ആ ഏടുകളിലുള്ളത് സകാത്തിന്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ പ്രതിക്രിയയുടെ നിയമങ്ങൾ, ഖിസാസ്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഖിസാസ് എടുക്കേണ്ടത്, എങ്ങനെ കൊന്നു കഴിഞ്ഞാലാണ് ഖിസാസ് എടുക്കേണ്ടത്. മൂന്നാമതായി അദ്ദിയത്ത്, കൊലപാതകം ചെയ്തിട്ട് ദിയത്ത് പ്രായശ്ചിത്തം കൊടുക്കേണ്ടുന്ന സന്ദർഭങ്ങളുണ്ട്, ആ ദിയത്തിന്റെ നിയമങ്ങൾ. അതുപോലെ തന്നെ മദീന, മക്ക പോലെ തന്നെ പവിത്രമാണ് ഹറമു മദീന. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ആ ഏടിൽ എഴുതി സൂക്ഷിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെയും സഹാബിമാരുടെയും കാലത്ത് അവരെ ഹദീസുകളെ ഓർമ്മ വെച്ചു, ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തു, അതുപോലെ തന്നെ ഹദീസിനെ എഴുതി സൂക്ഷിച്ചു. ആ എഴുതി സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ അവലംബിച്ചിരുന്ന മാർഗം നിബിധങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകൾ, നിബിധങ്ങളുടെ പ്രവൃത്തികൾ, നിബിധങ്ങളുടെ അംഗീകാരങ്ങൾ എഴുതി സൂക്ഷിക്കുമായിരുന്നു. ധാരാളം സഹാബിമാര് പ്രൈവറ്റായി വ്യക്തിപരമായി അവർ എഴുതിയ ഹദീസുകളെ ഗ്രന്ഥത്തിൽ ഏടുകളിൽ സമാഹരിച്ച് അതിനെ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, സഹാബാക്കളുടെ കാലത്ത് ഹദീസ് എഴുതി സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമായതുപോലെ ഹദീസും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا വേണ്ട കേട്ടോ, ഉറപ്പിക്ക, താങ്കളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവരാരും സമ്പൂർണ്ണ മുഅ്മിനീങ്ങളാകില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നതുവരെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധികർത്താവാക്കണം. അഹ്കാമുകളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ശരീഅത്തിന്റെ വിഷയങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കുകയും അതിനെ അവലംബിക്കുകയും ചെയ്യണം. എങ്കിലേ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുകയുള്ളൂ. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിധികർത്താവാക്കണമെങ്കിൽ നബി തങ്ങളുടെ വാക്കുകൾ, നബി തങ്ങളുടെ പ്രവൃത്തികൾ, നബി തങ്ങളുടെ തഖരീറുകൾ അംഗീകരിച്ചേ തീരുകയും ثم لا يجدوا في أنفسهم حرجا مما قضيت. താങ്കൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ അവരുടെ ഹൃദയത്തിൽ ലവലേശം ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇത് ഹദീസല്ലേ, ഇതിലൊരു സ്ഥാനമുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കത്തില്ല. നബി തങ്ങളുടെ വാക്കുകളാണ് എങ്കിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമാ യൻതിഖു അനിൽ ഹവാ. അത് വഹിയ മത്ലൂവാകട്ടെ ഗൈറ മത്ലൂവാകട്ടെ, ഓതാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനാകട്ടെ, അല്ലെങ്കിൽ ഖുർആൻ അല്ലാത്ത ഹദീസാകട്ടെ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. നബി തങ്ങളുടെ സ്വൈര്യ പ്രകാരം സ്വന്തം
താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. നബിതങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് വഹിയാണ്. ഖിയാമത്ത് വരെ സൂക്ഷിക്കപ്പെടുന്നു. അത് മത്ലൂവായ വഹിയാണെങ്കിലും ഗൈർ മത്ലൂവായ വഹിയാണെങ്കിലും ഹദീസിനെയും അല്ലാഹു തന്നെ സൂക്ഷിക്കും. ثم لا يجدوا في أنفسهم حرجا مما قضيت. മുഹമ്മദേ, നിങ്ങൾ തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയത്തിൽ അവരുടെ ഹൃദയത്തിൽ ലവലേശം ബുദ്ധിമുട്ടുണ്ടാക്കില്ല. വയുസല്ലിമു തസ്ലീമാ, സർവസമ്മതത്തോടെ അതിനെ അവർ അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹദീസിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആനെ അംഗീകരിക്കുക. ഖുർആനെ അംഗീകരിക്കുന്നു എങ്കിൽ ഹദീസിനെ അംഗീകരിച്ചേ തീരുകയുള്ളൂ. ഖുർആനിൽ തന്നെ അല്ലാഹു പ്രവാചകന്റെ വാക്കുകളെയും നിർദ്ദേശങ്ങളെയും അംഗീകരിക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ബാക്കി വിഷയങ്ങളിൽ അടുത്ത ആഴ്ചകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.